മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങളിത് കണ്ടില്ലേ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടക്കുന്നത്? UDF-നെ വലിയ രീതിയിൽ ജനം വിജയിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് സകല പ്രമുഖ മാധ്യമങ്ങളും ഇപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പിന്നാലെയാ. ആ സമയത്ത് പോലും ബിന്ദു കൃഷ്ണ നടന്നു വരുന്നു. ആ സമയത്ത് ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തു കൂട്ടിയത് നിങ്ങളൊക്കെ കാണുന്നില്ലേ? ഇതൊന്നും അങ്ങനെ ചിരിച്ചങ്ങ് തള്ളാനുള്ള ഒരു കാര്യമല്ല. ഒരു MLA നടന്നു വരുമ്പോൾ പോലും ഒരു MLAക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് ബിന്ദു കൃഷ്ണ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കോൺഗ്രസ് നേതാവ് എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇത് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. സുരേഷ് ഗോപിക്ക് മുന്നിൽ, അതായത് നമ്മുടെ കേരളത്തിലെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന സകല പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകയെ തോളിൽ തട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുകലിവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന ദിവസം അതുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു വീഡിയോ ഇത് മാത്രമാണ്. ഉദാഹരണമൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ല? ഈ ചർച്ചയായി ബന്ധപ്പെട്ട് നിങ്ങൾ വായ പൂട്ടിയിട്ടില്ലെങ്കിൽ ഞാനിടുന്ന ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് ഞാനങ്ങ് പോകും. ഉള്ള കാര്യം പറയാം. വായ്പൂട്ട്, നിങ്ങൾ വായ്പൂട്ട്, നിങ്ങൾ വായ്പൂട്ട്. ഇനി ആരെങ്കിലും ഒരാൾ ചോദിക്കും. അറിയിച്ചു. നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ വേണ്ട പോലെ സത്യസന്ധമായി നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? വായ്പൂട്ട്, പൂട്ട് പൂട്ട്, വായ്പൂട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ ക്ഷീണം പിണറായി വിജയനും കൂട്ടർക്കും മാറിയിട്ടില്ല. അപ്പോഴേക്ക് അടുത്തതായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തതില് പ്രധാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റ്, നിലവിലെ MP, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്താ വിളിച്ചു പറഞ്ഞത്? വായ് പൂട്ട് പൂട്ട്, അല്ലെ കുത്തിക്കയറ്റ്, കുത്തി ഇറങ്ങൂ, എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞത്? ജനം തിരഞ്ഞെടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു ശൈലിയാ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിനാണ് ഒരു മറുപടി കിട്ടിയത്. ഇപ്പൊ എന്താ പറയുന്നത്? കുത്തി ഇറക്കും, കുത്തി കയറ്റും, എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? നമ്മുടെ വെറുതെ ഒന്നും അല്ല കേട്ടോ കോൺഗ്രസ് രാജ്യത്ത് ഉപ്പ് വെച്ച കലം പോലെ ആയി പോകുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, കോൺഗ്രസിലെ MLA പോലും തുറന്നു പറഞ്ഞില്ലേ. നിങ്ങൾ ഇതൊന്നും ഇട്ടും കുളിപ്പിച്ച് കൊച്ചിനെല്ലാം കാര്യം കൊള്ളാത്ത. നിങ്ങൾ കേട്ടില്ലേ? കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയാൽ നല്ലത് എന്ന രീതിയിൽ അങ്ങ് വിളിച്ചു പറഞ്ഞു പോവാ. കോൺഗ്രസിന്റെ ഒരു MLA ഈ MLA പോലും തുറന്ന്, അതായത് രഹസ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോ കോൺഗ്രസിന്റെ ഒരു MLA തന്നെ പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗതി കെട്ടിട്ട് വിളിച്ചു പറയാ, കുളിപ്പിച്ച് കൊച്ചില്ലാത്ത ഗതിയിലേക്ക് എത്താതിരിക്കട്ടെ എന്ന്. കോൺഗ്രസ് ഇതിലൂടെയൊക്കെ വലിയ തകർച്ച നേരിടുമെന്ന് കോൺഗ്രസിന്റെ MLA പോലും വിളിച്ചു പറയാ. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, നമ്മൾ എത്ര സംസ്ഥാനങ്ങളിൽ, എത്ര സ്ഥലങ്ങളിൽ BJP ഒക്കെ അധികാരത്തിലേക്ക് വരുന്നത് കണ്ടു? എത്ര മൗനത്തിൽ ഒരു അച്ചടക്കം വളരെ വ്യക്തമായിട്ട് BJP-യിൽ കാണാൻ സാധിക്കും. സകല ആളുകളും വന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞ് ജനത്തിനൊരു വിലയുമില്ലാത്ത രീതിയിൽ ഈ കോൺഗ്രസ് അല്ലാതെ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഒരു ഭാഗത്ത് VD സതീശൻ, ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല, മറുഭാഗത്ത് KC വേണുഗോപാൽ. ഈ മൂന്ന് പേരും ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുക. ഇതിൽ ആര് വന്നാലും കോൺഗ്രസിൽ നമ്മത്തല്ലാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ബാക്കി രണ്ടാളുണ്ടാവുമല്ലോ ഇയാൾക്കെതിരെ ബാറ്റ് ചെയ്യാൻ. അതാണല്ലോ കോൺഗ്രസ് എല്ലാ സ്ഥലങ്ങളിലും തകർന്നു പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോ VD സതീശനെ മുഖ്യമന്ത്രിയായാൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? VD സതീശനെതിരെ ഒരു LDF-ന്റെ ആവശ്യമില്ല. ഇതുവരെ ഉള്ളിൽ നിന്ന് തന്നെ തല്ലി തീർക്കും. ഉറപ്പല്ലേ ചെന്നിത്തലയും KC വേണുഗോപാലും ടീമാവും. പറയുന്ന സതീശനെതിരെ ചാമ്പു നല്ല നടക്കാൻ പോകുന്നത്. ഇനി KC വേണുഗോപാൽ ആയാലും എന്താ അവസ്ഥ? ഇപ്പൊ തന്നെ പുറത്തു വരുന്നത് എന്താ മാധ്യമങ്ങളിലൂടെ? KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ VD സതീശന് ഒരു മന്ത്രിസ്ഥാനം വേണ്ട, ഒന്നും വാങ്ങാതെ പറവൂർ MLA ആയിട്ട് മുന്നോട്ട് പോകും, മറ്റൊരു സ്ഥാനം വേണ്ട. ഇതും അടുത്തതല്ലല്ലേ? ഇത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ്സുകാർ തന്നെ സ്വയം കൊയ്തുകൊണ്ടല്ലേ
ഈ കോൺഗ്രസ് വെറുതെ ഒന്നുമല്ല. ഈ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഭരണ മികവുണ്ട്, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിട്ടുണ്ട്, നാഷണൽ ലെവലില് ഒരുപാട് പരിചയമുണ്ട്. ഈ പറയുന്ന VD സതീശൻ ഒരിക്കലും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പില് എത്തിയിട്ടില്ല, KPCC പ്രസിഡന്റ് ആയിട്ടില്ല, അങ്ങനെ സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതാണ് രമേശ് ചെന്നിത്തല ഭാഗം പൊക്കി പിടിക്കുന്നത്. KC ടീമാണെങ്കിൽ കേരളത്തിൽ കരുത്ത് തെളിയിച്ചിട്ട് പറയുന്നു, പണത്തിന് പണം, പവറിന് പവർ. ഇതൊക്കെ തന്നെ KC ആണ് കോൺഗ്രസിനെ പൊക്കി പിടിച്ച്. ഇതൊക്കെ വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ലേ? ഇവരെ ജയിപ്പിച്ച ജനം പുറത്തുണ്ട്. ഇത് നോക്കിക്കാണുക. എത്ര ഊളത്തരമാണ് ഇവർ ഓരോ ഭാഗം തിരിഞ്ഞ് ഇവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്തിയ ജനത്തിന് കോൺഗ്രസിനെ എടുത്തറിയാനും അറിയാം. ഇവരെക്കാൾ വലിയ അഹങ്കാരത്തിൽ നിന്നവരെ ജനം ഒരുപാട് തവണ വലിച്ചെറിഞ്ഞിട്ടില്ലേ? സകല മലയാളികളും തിരിച്ചറിയും കോൺഗ്രസിലേക്ക് അധികാരത്തിലേക്ക് എത്തിച്ചിട്ട് എന്ത് സംഭവിക്കാം. ഇപ്പോ വെറുതെ അല്ല കോൺഗ്രസ് രാജ്യത്ത് ഉടാനീളം ഉപ്പ് വെച്ച കലം പോലെ ആവുന്നത്. BJP ജയിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ എല്ലാ MLA-മാരും മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ അഭിപ്രായവും 3 പേര് ചേരി തിരിഞ്ഞ് തല്ലു. ഇതൊക്കെ മറ്റേതെങ്കിലും പാർട്ടിയിലുണ്ടോ? കോൺഗ്രസ് വെറുതെ ഒന്നും അല്ല കേട്ടോ. ഇതുപോലെ തകർന്ന് തരിപ്പണായിട്ട് ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് എത്തുന്നത്. ഒരു MLA പോലും രംഗത്തെത്തി. ഒരു MLA ഒന്നല്ല, ഇത് ഒരുപാട് ആളുകളുടെ അഭിപ്രായ. ഇത് തല്ലുകൂടുന്നത് അത്രത്തോളം വലിയ ക്ഷീണമാണ് പാർട്ടിക്ക് സംഭവിക്കുക എന്നുള്ളത്. കോൺഗ്രസ് കേരളത്തിൽ തകരാൻ കോൺഗ്രസ്സുകാർ തന്നെ മതി. ഒരാളെയും പുറത്തുനിന്ന് ആവശ്യമില്ല. ഇത് രമേശ് ചെന്നിത്തല ടീം, ഈ VD സതീശൻ ടീം, KC വേണുഗോപാൽ ടീം, ഇവര് തന്നെ തമ്മ് തല്ലി അങ്ങ് തീർന്നോളൂ. ഒരു പണി പറഞ്ഞതിന്റെ ബാക്കി LDF-നോ BJP-ക്കോ ഒരു ഭാഗത്തു നിന്ന് എടുക്കേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചാൽ മാത്രം മതി. UDF ഇത്രത്തോളം ഈ അധികാരത്തിലേക്ക് എത്തിട്ട് ഇപ്പയും തല്ലി. ഇനി ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ശരിയാണ്, പാർട്ടിയിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ എടുക്കണം. അത് അതിൻ്റെതായ രീതിയിൽ നടത്തണ്ടേ? ഇതിങ്ങനെ തങ്ങളെ ജയിപ്പിച്ച ജനത്തിന് മുന്നിൽ നിന്ന് കൊഞ്ഞനം കുത്തിയിട്ട് ഈ ഉളുപ്പില്ലാത്ത രീതിയിലൊക്കെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിനൊന്നും ഒരു നാണം തോന്നില്ല, ഒരു ഉളുപ്പും തോന്നില്ല. കേരളത്തിൽ വളരെ വ്യക്തമാണ് ഒരു ബദൽ, ഇടതും വലതുമല്ലാത്ത ഒരു ബദൽ കൃത്യമായിട്ട് കേരള ജനത ആഗ്രഹിച്ചു. ഇടതിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ പറയുന്നത് UDF-നെ തിരഞ്ഞെടുത്തത്. ഈ UDF ആണെങ്കിൽ അതിനേക്കാൾ അപ്പുറം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ തമ്മ് തല്ലി ഒക്കെ ജനം കാണുന്നുണ്ട്. കേരളത്തില് ഒരു ബദൽ സംവിധാനത്തെ കേരള ജനത ഇതൊക്കെ കാണുമ്പോൾ ആഗ്രഹിക്കുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട.